ഹലോ ഡിയേഴ്സ് മക്കളെ, അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണല്ലേ. നമ്മളിപ്പം ഹൈസ്കൂളിലെത്തി. ഹൈസ്കൂളിലെത്തുന്നതോട് കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളാണ്. ഇനി വളരെ കുറച്ച് ദിവസം കൂടിയുള്ളൂ നമ്മുടെ സ്കൂൾ തുറക്കാൻ. നിങ്ങൾ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ സിലബസ് മാറിയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. സിലബസിൽ തന്നെ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പഠിക്കുന്ന പാറ്റേൺ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പാറ്റേൺ തന്നെ ടോട്ടലി മാറിയിരിക്കുകയാണ്. ഇത്രയും കാലം വളരെ ഈസി ആയിരുന്നു നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്സ് പഠിക്കാൻ. കാരണം ഒരു ടോപ്പിക്ക് തരും, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാകും, നമുക്ക് സ്വയം വായിച്ച് പഠിക്കാവുന്നതേ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി മുതൽ നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് ആണ് നമ്മുടെ ടോപ്പിക്സ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗൈഡൻസ് ആവശ്യമാണ്. 7ാം ക്ലാസ് വരെ നിങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നിങ്ങളെ കുഴപ്പത്തിലാക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഞാൻ പേടിപ്പിക്കുകയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കട്ട സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡിയാണ്. നമ്മുടെ യോദ്ധ ബാച്ച് ഇവിടെ റെഡിയാണ്. അപ്പോൾ ജൂൺ 20 മുതൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഇറങ്ങി തുടങ്ങും. അതുവരെ നമ്മൾക്കുള്ള സമയമാണ്. അതായത് നമ്മുടെ യോദ്ധ ബാച്ചിൽ നമ്മളൊരു ബ്രിഡ്ജ് കോഴ്സ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരും. നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരുന്ന 7ാം ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരുന്ന ടീച്ചേഴ്സും അതോടുകൂടെ തന്നെ പുതിയ പുതിയ ടീച്ചേഴ്സും നിങ്ങളെ കാണാൻ അവിടെ വരും. എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാനും എല്ലാം ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ യോദ്ധ ബാച്ചിൻ്റെ കാര്യമാണ്. ഓൾറെഡി നിങ്ങൾ കുറേ ടീച്ചേഴ്സ് വന്ന് അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഒന്നും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളുടെ ഈ ഒരു പഠനം, ഈ ഒരു അക്കാഡമിക് ഇയർ മുഴുവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യോദ്ധ ബാച്ച് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബ്രിഡ്ജ് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നമ്മൾ ക്ലാസ്സസുമായിട്ട് മുന്നോട്ട് പോകും. ഡെയിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. നമ്മൾ ഡെയിലി ക്ലാസ്സസ് എടുക്കുന്നതോട് കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടും ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സിന് ശേഷം നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തും. ആൻഡ് ആ യൂണിറ്റ് ടെസ്റ്റുകൾക്ക് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാകും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൊണ്ടുള്ള ഉപകാരം നിങ്ങൾക്ക് തന്നെ അറിയും അല്ലേ. കാരണം നമ്മൾ എക്സാം എഴുതിന് ശേഷം ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയായിരുന്നു നമ്മൾ എക്സാം എഴുതേണ്ടത്, എവിടെയാണ് നമുക്ക് തെറ്റിയത്, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് മൊഡ്യൂൾ എക്സാംസും മോഡൽ എക്സാംസും എല്ലാം നമ്മളെ ഈ ഒരു അക്കാഡമിക് ഇയർ മുഴുവൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും എക്സാംസും ഇത്രയും ക്ലാസ്സസ് നമ്മൾ അറ്റൻഡിന് ശേഷം നമ്മൾ നമ്മുടെ സ്കൂൾ എക്സാംസിന് പോകുമ്പം നമ്മൾ ക്ലാസ്സിൽ തന്നെ വളരെ പ്രോ ആയിട്ട് തീരുകയാണ്. സോ നിങ്ങൾ ഇനിയും സമയം കളയേണ്ട, പെട്ടെന്ന് നമ്മളെ യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബ്രിഡ്ജ് കോഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സസും എല്ലാം അവിടെയുണ്ട്. സോ പെട്ടെന്ന് തന്നെ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മളെല്ലാവരും അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കാണാം.